പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മാങ്ങയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പോൾ കശുവണ്ടി മാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് കുറേയൊക്കെ വവ്വാലേ കിളി കൊത്തിയിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് കണ്ടില്ലേ, ഉണ്ടായി വരുന്നേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഇത് കണ്ടില്ലേ, കുറച്ച് ഞാൻ പെറുക്കിയിട്ടുണ്ട്. ഞാൻ കണ്ടോ കുറച്ച് ഇത്ര കിളിയൊക്കെ കൊത്തിയിട്ടേ ചാടിയ നിലത്ത് കിടക്കണതായിരുന്നു കേട്ടോ. അത് ബാക്കി ഞാൻ പൊട്ടിക്കുകയാണ്. അങ്ങനെ സൈഡിലായിട്ടേ അത് ഞാൻ പൊട്ടിക്കാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനേ നിലത്ത് ചാടാതെ പൊട്ടിക്കട്ടെ കേട്ടോ. ചാടിയത് എൻ്റെ അമ്മ. കണ്ടില്ലേ മരത്തുമ്പോൾ. അപ്പോഴേ ഈ പ്രാവശ്യം എന്ന് വെച്ചാൽ ഈ വർഷത്തിൽ ഫസ്റ്റാണ് കേട്ടോ ഞാനിത് കഴിക്കുന്നത്. അപ്പോൾ ഞാനത് നിലത്ത് ചാടാതെ ഞാൻ പൊട്ടിക്കുകയാണ് കേട്ടോ. അതാ ഒന്ന് ചാടി, കണ്ടോ കണ്ടോ. അപ്പോൾ വല്യമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഈ പ്രാവശ്യം എന്താ കശുമാങ്ങയാണെന്നതിന് പറയുക, ഞങ്ങൾ പറയുക പറങ്കി മാങ്ങ എന്നാണ് കേട്ടോ. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ നന്നായി ഇതിങ്ങനെ കടിച്ചാപ്പറച്ചുണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, കുറച്ച് ചാടിയിട്ടുണ്ട്. ഞാൻ പൊട്ടിച്ചപ്പോൾ ചാടി കവറട്ടാ. അപ്പോൾ ഇനി ഇങ്ങനത്തെ 2-3 ഉണ്ട് കേട്ടോ ചാടിയിട്ടുണ്ട്, നിലത്ത് ചാടിയിട്ടുണ്ട് കേട്ടോ. ഞാനിനി വല്യമ്മയ്ക്ക് കൊടുക്കണം കേട്ടോ. വല്യമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങയൊക്കെ രാവിലെ അച്ഛൻ വന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ വേറെ ആളെ വെച്ചങ്ങാണ്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാങ്ങ. അതുപോലെ ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കല്യാണം ഉണ്ടായിരുന്നു, കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് അച്ഛൻ വന്നത്. അപ്പോഴേ എന്താ ഇത് റോഡിൻ്റെ പക്കമാണ് കേട്ടോ മൂച്ചിയുള്ളതേ. അപ്പോൾ റോട്ടിൽ കൂടെ പോകുമ്പോഴേ റോട്ടിലൊക്കെ കുറച്ച് ചാടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വണ്ടി കയറിയിട്ടൊക്കെ ചതഞ്ഞിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാനിനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ പൊട്ടിക്കട്ടെ. മൂച്ചി എങ്ങനെ അറിയോ, അത് റോട്ടിലേക്ക് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒന്നും കിട്ടില്ല. കുറച്ച് ഞാൻ തോട്ടിയും കൊണ്ട് പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അറിയോ, ഇങ്ങനെ ഒരുവിധം ആയതൊക്കെ ഞാൻ പൊട്ടിച്ച് കൊണ്ടുപോകാം കേട്ടോ. അണ്ടി ആയതിങ്ങനെ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, നന്നായിട്ട് പഴുക്കുന്നതിന് മുന്നേ എനിക്ക് വരാൻ ചിലപ്പോൾ സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ പൊട്ടിച്ച് കൊണ്ടുപോവാണ് നേരത്തെ. മുളകും പിന്നെ എന്താ പറയുക ഉപ്പും ഒക്കെ ചെറുതായിട്ട് കഷ്ണങ്ങൾ എന്നിട്ട് മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് തിരുമ്പാട്ടോ. അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവും. ഇനി ഇന്നിട്ട് അപ്പുറത്തേക്കൊക്കെ ഉണ്ട്. ഞാൻ തോട്ടിയുണ്ട് കൊടുന്നിട്ട്. അപ്പോഴേ ഞാൻ തോട്ടി കൊടുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തോട്ടി കൊടുന്നിട്ട് ഇനി കുറച്ചൊക്കെ പൊട്ടിക്കട്ടെ. എത്തുന്നില്ലേ, അത് കുറച്ച് സൈഡിലായിട്ട് എത്തുന്നില്ല കേട്ടോ. അപ്പോൾ കാടുള്ളതുകൊണ്ടേ ചാടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കാട്ടിൽ പെടുകയും ചെയ്യും. നല്ല മുള്ളൊക്കെ ഉണ്ട്, അതാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ കശുമാങ്ങ ഫസ്റ്റ് ഞാൻ പൊട്ടിക്കുകയാണ്. അപ്പോഴേ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു കശുമാങ്ങ വണ്ടിക്കൊക്കെ നല്ല വില ഉണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞേ. അപ്പോൾ ഞാനത് ശ്രദ്ധിക്കാതെ തന്നെ അല്ല കേട്ടോ. അച്ഛനും അമ്മയും വരുമ്പോൾ ഇങ്ങനെ പറയും അത് പൊട്ടിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്നിങ്ങനെ വന്ന് പോയത്. അപ്പോൾ ഇന്ന് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നല്ല ആകുമ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് പൊട്ടിക്കുകയാണ്. അപ്പോൾ അപ്പോഴേ പറിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കീസെടുത്ത ഓ എന്തേ അച്ഛൻ വന്നോ? അച്ഛൻ വന്നോ? അച്ഛൻ വന്നോ? അമ്മ പറിക്കുന്ന മാങ്ങ പറിക്കാൻ വന്നാ പറഞ്ഞില്ലേ? അപ്പോൾ കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്നും വന്ന് നോക്കാൻ സമയം ഉണ്ടെങ്കിൽ വന്ന് നോക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ കാട്ടിലാവുകൊണ്ട് അങ്ങനെ കാണുമൊന്നുമില്ല. എന്നാലും അതാകെ ചീഞ്ഞിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അതെന്തായാലും കാണാൻ മറക്കരുത് കേട്ടോ. അത് വേറൊരു സംഭവമാണ്.